ഇതെനിക്ക് റീസെൻ്റായിട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൊരു വർമാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബീഡ്സ് വന്നിട്ട് നല്ലൊരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട് ഈ ലോട്ടസിൻ്റെ ഒപ്പം. അപ്പോൾ ഇതിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ 1 വീക്ക് ആവണുള്ളൂ കേട്ടോ. കഴിഞ്ഞ സൺഡേ ആയിരുന്നു കേട്ടോ മാരേജ് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഇത് കൊണ്ട് തന്നപ്പോൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അവർ തൃശ്ശൂർ ആ ഭാഗത്തായിരുന്നു കേട്ടോ അവരുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് എന്നെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തുറന്ന് നോക്കണം കേട്ടോ. കാരണം എനിക്ക് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നല്ല ഫേക്കായിട്ടും കുറേ പറ്റിക്കപ്പെട്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ശരിക്കും ഒരു അടി തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനത് വേഗം പേടിച്ച് ഞാൻ തുറന്ന് നോക്കണത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇനി റിട്ടേൺ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. റിട്ടേൺ ആണെങ്കിൽ ചെയ്യാനും പറ്റണില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മീഷോ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആമസോണിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ ഈ 2 പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട്. അപ്പോഴാണ് എൻ്റെ മുഖത്തൊരു പുഞ്ചിരി തന്നെ വന്നത് കേട്ടോ. അത്രയും പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ബഡ്ജറ്റിൽ ചെയ്യണ ഒരു ഫ്രെയിമിൻ്റെ കാര്യം കേട്ടോ. അത് 6 ഇഞ്ചിൽ വരുന്ന ടേക്ക് വുഡ് ഫ്രെയിമാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ മെയിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് 1800 കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലോ ബഡ്ജറ്റിൽ ചെയ്യണ ഒരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് വീണ്ടും വീട്ടിലേക്ക് പോകണം കേട്ടോ. ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം. ഓക്കെ, ടാറ്റാ.